നമസ്കാരം. ഞാനിന്ന് പോകുന്നത് സാൻസിബാറിലേക്കാണ്. ഒരുപാട് ചരിത്രമുറങ്ങുന്ന, ഒരുപാട് കഥകളുള്ള സാൻസിബാറിൻ്റെ വിശേഷങ്ങളിലേക്ക് ഞാൻ ടാൻസാനിയയിൽ നിന്ന് ഫെറിയിൽ കയറി. കിളിമഞ്ചാരോ എന്ന് പറയുന്ന ഈ ഒരു ഫെറിയിൽ ആദ്യമൊക്കെ പതുക്കി പോയിരുന്ന കിളിമഞ്ചാരോ പിന്നെ അതിവേഗത്തിലാണ് കുതിക്കുന്നത്. അപ്പോൾ നമ്മൾ കിളിമഞ്ചാരോ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ മസായി ഗോത്രത്തിലുള്ള ആൾക്കാരാണ്. യുവർ നെയിം? സുമായി. ഇവരാണ് എനിക്ക് ഇൻട്രോയ്ക്ക് വേണ്ടി വീഡിയോ എടുത്തു തന്നത്. അവിടുത്തെ ഒരുപാട് കാഴ്ചകളുണ്ട്. സ്റ്റാഫ് സാൻസിബാർ ഹോം സെക്യൂരിറ്റി. ഓക്കെ. സാൻസിബാറിലെ ഹോം കൊറങ്കോർ. ഓക്കെ. ഇവരുടെ വീടെന്ന് പറയുന്നത് കൊറങ്കോറത്താണ്. ഇവർ സാൻസിബാറിൽ സെക്യൂരിറ്റി ജോലിക്ക് വേണ്ടി പോവുകയാണ്. സെക്യൂരിറ്റി ജോലിയാണ് ഏറ്റവും കൂടുതൽ ഇവർ ചെയ്യുന്നത്. ഇവർ ധൈര്യശാലികളാണ്. ഇവർ നല്ല ഈ ഒരു ഡ്രസ്സിങ് കണ്ടില്ലേ, ഈ ഡ്രസ്സിങ് കണ്ടില്ലേ, ഈ ട്രഡീഷണൽ ഓർണമെൻറ്റ്സ് ആണ്. ട്രഡീഷണൽ ഓർണമെൻറ്റ്സ് മസായി. മസായിലെ ഗുഡ് ഓർണമെൻറ്റ്സ് ആണ് ഈ കാണുന്നത്. Wife, I give me this. Go Zanzibar, Mama, give me this. No, sorry, language. This wife, this Mama, I give me. Go Zanzibar to security. Go. മസായിയുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ഓർണമെൻറ്റ്സ് 2 എണ്ണം വൈഫ് കെട്ടിയതും 1 എണ്ണം അമ്മ കൊടുത്തതുമാണ്. അതൊരു മൃഗത്തിൻ്റെ തോലുമാണ്. മസായി ഗോത്രങ്ങളിലൊക്കെ ചിലർക്ക് അവരുടെ കഴിവ്, അവരുടെ ധൈര്യം ഇതൊക്കെ വെച്ചുകൊണ്ട് അവർക്ക് ഓരോ സിമ്പിളുകൾ കൊടുക്കാനുണ്ട്. അങ്ങനെ ഒരു സിമ്പിളാണ് ഈ മുഖത്ത് 2 പാടുകൾ കാണുന്നത്. ടാൻസാനിയയിലെ ദാർസലാമിലാണ് ഫെറി സർവീസ് തുടങ്ങുന്നത്. അവിടെ നിന്ന് സാൻസിബാറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ടിക്കറ്റ് എടുക്കണം. എൻ്റെ ഫസ്റ്റ് യാത്രയാണല്ലോ. എൻ്റെ ടിക്കറ്റ് എടുക്കുന്നത് വിനോദ് ഭായിയാണ്. വിനോദ് ഭായി മലയാളിയാണ് കേട്ടോ. 20 വർഷത്തോളമായിട്ട് ഈ ആഫ്രിക്കയിൽ ടാൻസാനിയയിൽ ബിസിനസ് നടത്തുന്നതാണ്. അദ്ദേഹം സാൻസിബാറിലും ഓഫീസുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ എന്നെയും കൂടെ കൂടുന്നു. നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തത് കിളിമഞ്ചാരോയിലാണ്. കിളിമഞ്ചാരോയിൽ ഉള്ള യാത്രയാണ്. അതിന് മുകളിൽ കയറി ഇരിക്കുകയാണ്. ഒരുപാട് സഞ്ചാരികളൊക്കെ ഇവിടെ വന്നിരിപ്പുണ്ട്. കൂടുതൽ ആൾക്കാർ ഈ വെളിയിലൊക്കെ വന്നിരുന്ന് കാഴ്ചകൾ കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഫെറിയിലേക്കുള്ള ലഗേജുകളൊക്കെ വന്നു കൊണ്ടിരിക്കുകയാണ്. കിഴക്കൻ ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് ടാൻസാനിയ. ഈ ടാൻസാനിയയുടെ ഒരു ദ്വീപസമൂഹമാണ് സാൻസിബാർ. സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യാപാരത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണ് സാൻസിബാർ. പുരാതന കാലം മുതൽ തന്നെ പല സംസ്കാരങ്ങളും സാൻസിബാറിലുണ്ടായിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ ആഫ്രിക്കൻ ജനതകളും അവരുടെ ബന്ധുക്കളും ഒക്കെയാണ് ഇവിടെ താമസിച്ചിരുന്നത്. പിന്നെ 7-ാം നൂറ്റാണ്ടോട് കൂടിയൊക്കെ ആയപ്പോഴത്തേന് അറബ് വ്യാപാരികൾ സാൻസിബാറിൽ എത്തിച്ചേരുകയും സുഗന്ധവ്യഞ്ജനങ്ങൾ അവർ കൈക്കലാക്കുകയും അവിടെ താമസമാക്കിയിരുന്നവരെ അടിമകളാക്കുകയൊക്കെ ചെയ്യുകയും പിന്നെ സ്വർണ്ണമൊക്കെ ഖനനം ചെയ്യുകയും ആനക്കൊമ്പ് എന്നിവയുടെ പ്രധാന വ്യാപാരങ്ങളൊക്കെ അവർ സ്ഥാപിച്ചു. അവിടെയുള്ള നാട്ടുകാരെയൊക്കെ അവർ അടിമകളാക്കി മാറ്റി എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സാൻസിബാറിലേക്ക് പോകുന്ന ആ ഒരു ബോട്ടിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. എത്ര സീറ്റുകളാണെന്ന് നോക്കിയേ. 2 സൈഡിലായിട്ട് സെൻട്രലിലൂടെ നടപ്പാത, അങ്ങനെ സൈഡിലൂടെ നടപ്പാതയുണ്ട്. ഒരുപാട് ആൾക്കാരാണ് ഇതിനകത്ത് യാത്ര ചെയ്യുന്നത്. ഒരു ദിവസം ഒരു നിമിഷം തന്നെ എത്ര പേരാണ് യാത്ര ചെയ്യുന്നത്. എന്തായാലും വല്ലാത്തൊരു സൗകര്യമുള്ള ഒരു ഫെറിയാണ് കേട്ടോ. ഫെറി സർവീസാണ്. എന്തായാലും നമ്മുടെ ബോട്ട് ഇവിടെ നിന്ന് മൂവായി തുടങ്ങി. കരയിൽ നിന്ന് അല്പം മാറി ഇപ്പോൾ സാൻസിബാറിൻ്റെ തീരങ്ങളും അതിലത്തെ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് ദൂരെ നിന്ന് കാണാം. കുറേയൊക്കെ മുമ്പോട്ട് ചെല്ലുമ്പോഴത്തേന് നമുക്ക് അടുത്ത ഒരു ദ്വീപിൻ്റെ ഒരു സൈഡ് കാണാം. ആ സൈഡിൽ ഒരുപാട് ബോട്ടുകളും. ദാർസലാമിലെ ഫെറിയോടടുത്തുള്ള ലൈറ്റ് ഹൗസാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തെടുത്തപ്പോൾ നമുക്ക് ഈ ഒരു കിളിമഞ്ചാരോയുടെ ബോട്ട് സ്പീഡ് കുറവാണ് കേട്ടോ. ഇനി കുറച്ചുകൂടെയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 1.5 മണിക്കൂർ എടുക്കും ഇവിടെ നിന്ന് സാൻസിബാർ വരെ എത്താൻ വേണ്ടി. ആ ഒരു സ്പീഡ് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന്, ഈ ബൗണ്ടറി കഴിയുമ്പോഴത്തേന് നല്ല സ്പീഡാവും. പിന്നെ ഇവനെ പിടിച്ചാൽ കിട്ടത്തില്ല. കിളിമഞ്ചാരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻസാനിയയിലെ ഏറ്റവും വലിയൊരു പർവ്വതമാണ്. ആ ഒരു പർവ്വതത്തിൽ കയറാൻ വേണ്ടി
ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. അതേ പേര് തന്നെയാണ് ഈ ഒരു ബോട്ടിന് കൊടുത്തിട്ടുള്ളത്, കിളിമഞ്ചാരോ. നല്ല സൗകര്യമുള്ളൊരു ഇതാണ് കേട്ടോ. അതിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കണ്ട ഒരു ഫെറി ഇതുണ്ട്, ഫെറിയും ഒരു ചെറിയൊരു ദ്വീപും ഉണ്ട്. ആ ദ്വീപിലോട്ടും ഈ ഇതുപോലുള്ള ഫെറി സർവീസുകളാണ് നടത്തുന്നത്. കിളിമഞ്ചാരോ അല്ല, അതുപോലുള്ള മറ്റു ഫെറി സർവീസുകൾ. ആളുകൾ പോകാനും വരാനും, ചെറിയ വള്ളങ്ങളും. ഇതിന് ബാക്കിൽ കാണുന്ന ഇത് മീൻ മാർക്കറ്റാണ്. ആ മാർക്കറ്റിൽ വരുന്ന ആൾക്കാർ ബിസിനസ് ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്, സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നതല്ല, ഈ ചെറിയ ചെറിയ വള്ളങ്ങളിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യാത്ര ചെയ്യുന്നതൊക്കെ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് വന്നായിരുന്നു, ഈ ഒരു പച്ച ഷീറ്റിട്ട അവിടെ. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ബിൽഡിങ്ങിൽ ചെറിയ വീടുകൾക്കും ഇതിനെല്ലാം ഇങ്ങനെയുള്ള ഷീറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഇവിടെയൊക്കെ വന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കറങ്ങിയതാണ്. ഇവിടെ പ്രധാന ബീച്ചുകളൊന്നും അങ്ങനെ ഓപ്പണായിട്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ബീച്ചുകളൊക്കെ ഉണ്ട്, പക്ഷേ അല്ലാതെ പബ്ലിക്കായിട്ടുള്ള ബീച്ചുകളൊന്നുമില്ല. കുറേ അങ്ങ് ചെന്നപ്പോഴത്തേന് കുറേ കപ്പലുകൾ നങ്കൂരം ഇട്ടിരിക്കുന്ന കാണാം. അവിടെ നിന്ന് രണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ അടുത്തൊരു ദ്വീപ് കാണാം. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ പകർത്തുകയാണ്, ഈ കാഴ്ചകളൊക്കെ മാക്സിമം പകർത്തിയെടുക്കുകയാണ്. എന്തായാലും ഒരു യാത്രയിൽ എല്ലാം എടുക്കണമല്ലോ. ഒമാനിലെ സുൽത്താൻ്റെ കാലത്ത് സാൻസിബാർ ഒരു പ്രധാന ശക്തിയായിട്ടാണ് വളർന്നത്. 19-ാം നൂറ്റാണ്ടിൽ ഒമാൻ സുൽത്താൻ്റെ ആസ്ഥാനം മസ്കറ്റിൽ നിന്ന് മാറ്റി സാൻസിബാറിലേക്ക് മാറ്റി. പിന്നീട് പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും സാൻസിബാറിൽ ആധിപത്യം സ്ഥാപിക്കുകയുണ്ടായി. പിന്നെ ബ്രിട്ടീഷുകാരുടെ സ്വാധീനം ഇവിടെ ശക്തമായിരുന്നു. പിന്നെ 1963 സാൻസിബാർ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. 1964 സാൻസിബാറിലൊരു വിപ്ലവം ഉണ്ടായിരുന്നു. അതിനുശേഷം ടാൻകാനിക്ക എന്ന് പറയുന്നൊരു സ്ഥലമുണ്ടായിരുന്നു. അവരും കൂടെ ചേർന്ന് ടാൻസാനിയ എന്ന രാജ്യം രൂപീകരിച്ചു. സാൻസിബാർ അതിൻ്റെ സുഗന്ധവ്യഞ്ജന കൃഷിക്കും അടിമക്കച്ചവടത്തിനും പേര് കേട്ടതാണ്. സ്പൈസ് ലാൻഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ചരിത്ര പ്രാധാന്യം മനോഹരമായ കടൽ തീരങ്ങളും സമ്പന്നമായ സംസ്കാരവും ഒക്കെയായിരുന്നു. സാൻസിബാർ എന്നും ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായിരുന്നു അന്നും. സാൻസിബാറിലേക്കുള്ള ടിക്കറ്റുകൾ ഉണ്ട്. ഇവിടേക്ക് വരാൻ പറ്റുന്നത് 2 മാർഗ്ഗങ്ങളിൽ വരാം. ഒന്ന് ഫ്ലൈറ്റ് മാർഗം വരാം, പിന്നെ ഈ കപ്പൽ മാർഗങ്ങളും വരാം. സാൻസിബാറിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കുകൾ എന്ന് പറയുന്നത് നിങ്ങൾ യാത്ര ചെയ്യുന്ന നഗരം, എയർലൈൻസ്, യാത്രാ സമയം, ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയം എന്നിവയൊക്കെ അനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. സാധാരണയായി ഡൽഹിയിൽ നിന്നോ മുംബൈയിൽ നിന്നോ സാൻസിബാറിലേക്കുള്ള ഒറ്റ വഴി ടിക്കറ്റ് കിട്ടും. ഒക്ടോബർ ജൂൺ മാസങ്ങളിലാണെങ്കിൽ ടിക്കറ്റ് നിരക്ക് പൊതുവെ കുറവായിരിക്കും. പിന്നെ എമിറേറ്റ്, ഖത്തർ എയർവേസ്, എത്യോപ്യൻ എയർലൈൻസ്, ഒമാൻ എയർലൈൻസ്, കെനിയൻ എയർവേസ് തുടങ്ങിയ എയർലൈൻസുകൾക്കൊക്കെ സാധാരണ കണക്ഷൻ ഫ്ലൈറ്റുകളുണ്ടാകും. ടിക്കറ്റ് നിരക്കുകളും കാലാനുസൃതമായ മാറ്റങ്ങളും വരും. പിന്നൊരു കാര്യമുണ്ട്, ഈ സാൻസിബാറിലേക്ക് പോകുന്നവർ ഇൻഷുറൻസ് എടുത്തിരിക്കണം. അത് നിർബന്ധമാണ്. സാൻസിബാറിൽ ഇറങ്ങണമെങ്കിൽ ഇൻഷുറൻസ് വേണം. അത് ഫ്ലൈറ്റ് മാർഗം വന്നാലും കപ്പൽ മാർഗം വന്നാലും ആ ഇൻഷുറൻസ് എടുത്തേ പറ്റൂ. 2024 ഒക്ടോബർ 1 മുതൽ ഇത് എല്ലാ വിദേശ സന്ദർശകർക്കും നിർബന്ധമാക്കിയതാണ്. സാൻസിബാറിലേക്കുള്ള നിർബന്ധിത യാത്രാ ഇൻഷുറൻസ് സാൻസിബാർ ഗവൺമെൻറ്റും സാൻസിബാർ ഇൻഷുറൻസ് കോർപ്പറേഷനുമാണ് നൽകിയിരിക്കുന്നത്. ഒരു പ്രത്യേക ഇൻഷുറൻസ് പോളിസി നിർബന്ധമാക്കിയതാണ് കേട്ടോ. നിങ്ങളുടെ മറ്റ് യാത്രാ ഇൻഷുറൻസ് പോളിസികൾ ഉണ്ടെങ്കിൽ പോലും ഈ ഇൻഷുറൻസ് നിർബന്ധമായി എടുക്കേണ്ടതാണ്. ഒരു വ്യക്തിക്ക് ഏകദേശം $44 3 വയസ്സ് മുതൽ 17 വയസ്സുള്ള കുട്ടികൾക്കാണെങ്കിൽ 50% കിഴിവുണ്ട്. പിന്നെ 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സൗജന്യമാണ്. ഇതിൻ്റെ കവറേജ് കിട്ടുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അസുഖങ്ങളോ അപകടങ്ങളോ ഉണ്ടായാലും മെഡിക്കൽ ചിലവുകളൊക്കെ കിട്ടും. യാത്രക്കിടയിലെ സാധനങ്ങളുടെ നഷ്ടം, അതായത് ലഗേജോ പാസ്പോർട്ട് നഷ്ടമോ എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഉപകാരപ്പെടും. പിന്നെ വ്യക്തിഗത അപകടം, മരണം, ശരീരം തിരിച്ചയക്കൽ ഇതിനൊക്കെ ഉള്ള ചിലവുകളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടും കേട്ടോ. ഈ ഇൻഷുറൻസ് 92 ദിവസത്തേക്കാണ്. ഈ 92 ദിവസത്തിനുള്ളിൽ നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാം. 92 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുതുക്കേണ്ടി വരും. പിന്നെ എയർപോർട്ടുകളിലും സീപോർട്ടുകളിലും എത്തിക്കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. ഓൺലൈൻ വഴിയും നമുക്ക് മുൻകൂട്ടി ഇത് എടുക്കാവുന്നതാണ്.